Hey there, I'm your friend Shimi KP. Tomorrow is my chemistry exam, but I feel something is missing. I don't know. I think എല്ലാവർക്കുള്ള ഒരു ഫീലിംഗ് ആണിത്. I've studied a bit, okay, ബട്ട് നാളെ എക്സാമിന് അത് ചെയ്യാൻ കഴിയും. മെയിനായിട്ട് എനിക്ക് ഡൗട്ട് വരുന്നത് ന്യൂമറിക്കൽസിലാണ്. ന്യൂമറിക്കൽസ് ഐ നോ ദ ഇക്വേഷൻസ്, ഐ ഹവ് സീൻ സം ക്വസ്റ്റ്യൻസ്, ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ അത് കിട്ടുമോ? ദാറ്റ് ഡൗട്ട് ഇസ് ദെയർ. ഐ സ്റ്റഡി ദ ഓർഗാനിക് റിയാക്ഷൻസ്. നല്ല രീതിയിൽ നോക്കിയിരുന്നു. PYQ ഒക്കെ പണ്ട് കുറേ ചെയ്തിരുന്നു, ബട്ട് ഇപ്പോൾ അത് ഓർമ്മ ഉണ്ടാവും. ചിലതൊക്കെ എഴുതി നോക്കി, കൂടുതലും കിട്ടില്ല എന്ന് തോന്നുന്നൊക്കെ എഴുതി നോക്കിയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് നേരം മുന്നേ ഞാൻ അപ്പോൾ എഴുതി നോക്കിയ ചില സാധനങ്ങൾ ഇപ്പോൾ എഴുതി നോക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. സോ ടോട്ടൽ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു ഫീലിങ്ങിന് എന്താണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എനിക്ക് ടെൻഷനല്ല, പക്ഷേ സത്യം പറഞ്ഞാൽ ടെൻഷൻ ആണായിരുന്നു. ഇത് ടെൻഷനല്ല, ഐ എം കോൺഫിഡൻറ്റ്. ഓക്കെ, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പേടിയൊന്നും തോന്നുന്നില്ല, ബട്ട് ചെറിയൊരു ടെൻഷൻ. ഈ ഒരു ഫീലിങ്ങിന് എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ടെൻഷനല്ല, പക്ഷേ കോൺഫിഡൻസ് ആണ്. ടെൻഷനാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ ഈ ഒരു സംഭവമാണ് മെയിനായിട്ട്. ഞാൻ ന്യൂമറിക്കൽസ് ഒരുപാട് ചെയ്ത് നോക്കിയിട്ടില്ല, അതാണ് എനിക്കിപ്പോൾ പേടി. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി ആണ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ന്യൂമറിക്കൽസ് ആണ് ഒന്നുകൂടി ഇത്. സൊല്യൂഷൻസൊക്കെ പിന്നെ ആദ്യത്തെ പാടായതുകൊണ്ട് കുറേ കാലം നോക്കിയതാണ്. കെമിക്കൽ കൈനറ്റിക്സും സിമ്പിൾ പോലെ തോന്നുന്നുണ്ട്. ഞാൻ സിമ്പിളാണെന്ന് പറയുന്നൊന്നും എനിക്ക് എന്നെ തന്നെ ഇപ്പോൾ ഒന്ന് കാം ചെയ്യാൻ വേണ്ടി പറയുന്ന പോലെയാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ D&F ബ്ലോക്കിലെ സാധനങ്ങളൊക്കെ റിയാക്ഷൻസ് ഒന്നുകൂടി നോക്കണം. കോർഡിനേഷൻ കോമ്പൗണ്ട് PYQ നോക്കാനുണ്ട്. ബയോമോളിക്യൂൾസ് ഓക്കെ, ബയോമോളിക്യൂൾസിൽ ഗ്ലൂക്കോസ് വരയ്ക്കാനൊക്കെ എനിക്കറിയാം. അതിപ്പോൾ ഞാൻ നോക്കി. അതൊരു ഭാഗ്യം കേട്ടോ. അത് നോക്കിയല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അതാലോചിച്ച് ടെൻഷനാവണം. എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ഒരു പ്രാവശ്യം എത്തിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ചെയ്യാൻ കഴിയുമെന്നുള്ള ഡൗട്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബട്ട് ഐ എം റിയലി സ്റ്റിൽ ഫീലിംഗ് കോൺഫിഡൻറ്റ് ഫോർ സം റീസൺ. എന്താണെന്നറിയില്ല. എനിക്കിപ്പോൾ ഉള്ളൊരു ഫീലിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുന്നത്തെ എക്സാമൊക്കെ ഞാൻ ഒരുപാട് റോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം മുന്നേ തൊട്ട് തന്നെ എക്സാമിനെ പേടിക്കുന്നൊരു പോലെ ആയിട്ടുണ്ട് ഞാൻ. ബട്ട് അന്നൊക്കെ എനിക്ക് തോന്നിയത് പേടിച്ചിട്ടില്ലെങ്കിൽ ഇതിലേറെ സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. അത്ര ഡിഫിക്കൽട്ടോ അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പേടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിലേറെ ബെറ്റർ സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു എക്സാംസിന് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ബോർഡ് എക്സാമാണ്, പറയുമ്പോൾ ബോർഡ് എക്സാമാണ്. ഫുള്ള് പഠിച്ചിട്ടില്ല എന്നുള്ളൊരു എന്താണെന്നറിയില്ല. ഫുൾ 100% പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു കാരണം ന്യൂമറിക്കൽസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഫിക്സ് ആവും. ഞാൻ കുറച്ചൊന്ന് PYQ ഇന്ന് രാത്രിയും നാളെ രാവിലെയും നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നേരത്തെ ഉറങ്ങണം. പിന്നെ നാളെ എക്സാം വരെ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യണം. ഇത് ജസ്റ്റ് ഒന്ന് ഫുൾ റിവൈസ്. ഇത് ഇമ്പോസിബിൾ ഒന്നും അല്ല അല്ലേ? ഇതിനകത്തുള്ള 3-4 പാഠം ഞാൻ ഓൾറെഡി ചെയ്തതാണ്, 4-5 പാഠം. അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിയത് കുറേ പഠിക്കുന്നതിലല്ല കാര്യം, കുറേയൊക്കെ മെമ്മറി അത് ഓർത്ത് വെക്കുന്നതിലാണ് കാര്യം. ഞാൻ Day 1 തൊട്ട് തന്നെ പഠിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ച പോലെ ഇതൊക്കെ ഒരു ലെസൺ ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇപ്പോൾ എന്തൊക്കെയോ ഒരു കണക്ഷനും ഇല്ലാത്ത തോട്ട്സൊക്കെ വിളിച്ച് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ബട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ കണക്ഷനോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. ബട്ട് നാളെയാണ് എക്സാം, തലേന്ന് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. എനിക്ക് എന്നോട് തന്നെ പറയാനുള്ളത് സ്റ്റേ കോൺഫിഡൻറ്റ്. എന്നോട് തന്നെ പറയാനാട്ടോ, സ്റ്റേ കോൺഫിഡൻറ്റ്. ഒന്നും പേടിക്കണ്ട. PYQ റിവൈസ് ചെയ്യാം. ചാപ്റ്റേഴ്സ് എല്ലാം നോക്കിയിട്ടുണ്ട് ഏകദേശം, ഇക്വേഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. മറന്നിട്ടുണ്ടോ എന്ന് പേടിക്കണ്ട, അപ്പോൾ കിട്ടും. ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ട്രൈ ചെയ്യും ആ ഒരു സാധനം റിറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കിട്ടുമെന്ന് കരുതാം. പിന്നെ PYQs ബാക്കിയുള്ള ടൈം വെച്ച് റിവൈസ് ചെയ്യാം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുള്ളത് ബോർഡ് എക്സാംസ്. ബോർഡ് എക്സാം എന്നെ അടുത്ത് വീങ്ങാനൊന്നും പോകണില്ല, എന്നെ അടുത്ത് തിന്നാനൊന്നും പോകുന്നില്ല. ബോർഡ് എക്സാമാണ്.
ഇതുവരെ പഠിച്ചത് നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ കഴിഞ്ഞു അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നൊരു സാധനം അത്രയും. ഐ മീൻ ഇതിപ്പോൾ എന്താ, അഥവാ ആരെങ്കിലും ഫെയിലായി പോയി കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് CBSEക്കും ഉണ്ട്. അല്ലെങ്കിൽ ഫെയിൽ ആവാൻ ഉള്ള ചാൻസ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ അഥവാ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഇമ്പ്രൂവ് ഇറ്റ് നെക്സ്റ്റ് ഇയർ. ഐ മീൻ അത്ര ഒരു എൻഡ് ഓഫ് ദ വേൾഡ് സിറ്റുവേഷൻ ഒന്നും. ഐ മീൻ ഞാൻ ഒരു ബുക്കിൽ വായിച്ചായിരുന്നു, ദ 4 Hour Work Week ബൈ ടിം ഫെറിസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ. നമ്മൾ എന്തെങ്കിലും ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്തെങ്കിലും വിൽ ഇറ്റ് ഗോ റോങ് എന്നുള്ള ഡൗട്ട് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ആസ്ക് യുവർ സെൽഫ് വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ, എന്നിട്ട് ചോദിക്കുക ഇസ് ഇറ്റ് റിയലി ദ വേഴ്സ്റ്റ് കേസ്, ഇസ് ഇറ്റ് റിയലി ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് കുഡ് എവർ ഹാപ്പൻ ടു യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ഇതിൽ ഏറ്റവും വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫെയിൽ ആവുന്നതാണ്, എക്സാം ഫെയിൽ ആവുക. ബട്ട് ഈസ് ഇറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ്? അങ്ങനെ ഫെയിലായവരും ഇനി ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലേ? ഐ മീൻ ഇത് ഏറ്റവും വേഴ്സ്റ്റാണ്. ഐ മീൻ ഓവർ തിങ്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഏറ്റവും വേഴ്സ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇസ് ഇറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ്? എല്ലാം കഴിഞ്ഞു അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചിട്ട് ഇല്ല. സോ അത്ര വേഴ്സ്റ്റിക്കൊന്നും എന്തായാലും പോകാൻ പോകുന്നില്ല. പിന്നെ ഇപ്പം എന്താ ചാൻസ് ഉള്ളത്, നമുക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചില സംഭവങ്ങളൊന്നും ഓർമ്മ വന്നില്ല, അപ്പോൾ മാർക്ക് ചിലപ്പോൾ കുറഞ്ഞേക്കാം. അപ്പോഴും ഇസ് ഇറ്റ് റിയലി ദ വേഴ്സ്റ്റ് കേസ് തിങ്? അത് സ്റ്റിൽ യു ക്യാൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബോർഡ് എക്സാംസ് ഡസ് നോട്ട് ഡിഫൈൻ യുവർ വർത്ത്. അതിൽ കിട്ടുന്ന പെർസെൻറ്റേജ് നിങ്ങളുടെ വേർത്തൊന്നുമല്ല, നിങ്ങളുടെ ഒരു വില തീരുമാനിക്കുന്ന സാധനമൊന്നുമല്ല. ഒരു വാതിൽ അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് വാതിലുകൾ ഉണ്ടാവും. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വേറെയും ഒരുപാട് കിടക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് മാത്രമൊന്നുമല്ല ജീവിതം. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, ഓക്കെ, എൻ്റെ മനസ്സിലുള്ള എല്ലാ ഫീലിങ്സും ഞാൻ ജസ്റ്റ് പറയുകയാണ്. അപ്പോൾ അങ്ങനെയുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് എനിക്ക് എന്താണ് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തല്ലോ. പിന്നെ ഇപ്പം എന്താ, നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ശരിയാണ്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ റിവിഷൻ, പിന്നെ മര്യാദക്ക് നോട്ട്സ് ഉണ്ടാക്കാൻ, പിന്നെന്താ NCERT കവർ ചെയ്തു റിവിഷൻ ഇല്ലാത്ത, ഐ മീൻ അങ്ങനെ കുറേ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ഒരുപാട് ടൈം വെച്ച് പഠിച്ചിട്ടുണ്ട്. ബട്ട് സ്മാർട്ടായിട്ട് പഠിക്കുന്ന പല ടെക്നീക്സും ഫോളോ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞു പോയി, ഫുള്ളായിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താ, പഠിക്കാൻ കഴിയുന്നത്ര പഠിക്കുക. ഐ മീൻ റിവിഷൻ അവസാനം മതിയല്ലോ എക്സാമിൻ്റെ ടൈമിലൊക്കെ. ബട്ട് 10th 11th കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും റിവിഷൻ വേണം. ഓക്കെ, അപ്പോൾ എന്താ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ തന്നെ റിയലൈസ് ആവുക. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നെന്താ, നാളത്തെ പേടിക്കണ്ട, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ടോപ്പിക്കൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തമ്മിലൊരു കണക്ഷനും ഉണ്ടാവില്ല. ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അത്രയുള്ളായിരുന്നു ഈ ഒരു വീഡിയോയിൽ. ഇനി ഞാൻ ബാക്കി പഠിക്കട്ടെ, നിങ്ങളും ബാക്കി പഠിക്കൂ. ടേക്ക് കെയർ, ബൈ ബൈ. ആക്ച്വലി ബയോമോളിക്യൂൾസിൽ ഞാൻ ഗ്ലൂക്കോസേ മര്യാദക്ക് നോക്കിയിട്ടുള്ളൂ. ഇതിപ്പോൾ നോക്കാണ്ട് ഈ സാധനങ്ങളെല്ലാം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നാളെ ബേസിക്കലി ബയോമോളിക്യൂൾസ് നോക്കാനുണ്ട്. പിന്നെന്താ ഞാൻ ജസ്റ്റ് എനിക്ക് ഒന്നുകൂടി കറക്റ്റ് ഒന്ന് നോക്കി വെക്കാനുള്ള സാധനങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബയോമോളിക്യൂൾസ് സത്യം പറഞ്ഞാൽ ഫുള്ള് നോക്കാണ്ട്, ഐ മീൻ ചില സംഭവങ്ങളെല്ലാം. പിന്നെ ഓക്കെ, അപ്പോൾ അതൊക്കെയാണുള്ളത്. പിന്നെ ഇതും കഴിയുന്ന പോലെ ഒന്ന് നോക്കണം. പിന്നെ ഒബ്വിയസ്ലി കീപ് സ്മൈലിംഗ് ഗൈസ്. എക്സാം ആണെന്ന് കരുതിയിട്ട് നമ്മൾ പോസിറ്റീവ് ആവുന്നത് നിർത്താനൊന്നും പാടില്ല. ഓക്കെ, ബൈ.